ഇത് 4 സ്ഥലത്തെ കളക്ഷനാ. നമ്മുടെ റാഫിലൊന്ന് തെന്നിക്കളിക്കാൻ നോക്കി, പക്ഷെ ഞാൻ വിടുവോ? കൈയോടെ തന്നെ അങ്ങ് മേടിച്ചു. പൊന്നി, ആ ചന്ദ്രൻപിള്ള വീണ്ടും പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിശ്ശികയൊന്നുമില്ല, എങ്കിലും സത്യാമ്മയെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ സത്യാമ്മ ഞാൻ പൊന്നി, ശിവ, ആ താക്കോലിങ് തന്നേക്ക്. ആ ജീപ്പിന്റെ താക്കോലിങ് തന്നേക്കാൻ. നാളെ മുതല് നീ ഇവിടെ ജോലിക്ക് വരണ്ട. എന്റെ മകനെ കൊന്നവളെ സംരക്ഷിക്കുകയാണല്ലോ ഇപ്പൊ നിന്റെ പണി. അങ്ങനെ ഒരാളുടെ സഹായം എനിക്കിനി വേണ്ട. സത്യമേ, ഒന്നും നീ ഇങ്ങോട്ട് പറയണ്ട. എല്ലാം എനിക്ക് കൃത്യമായി അറിയാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നതും. സത്യമേ, സത്യാമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരു തെറ്റിദ്ധാരണയില്ല. എന്റെ ധാരണകളെല്ലാം തന്നെ ശരിയുമായിരുന്നു. എന്റെ മകനെ കൊന്നതിൽ നിനക്കും പങ്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കുക. എന്തൊക്കെയാ സത്യാമ്മ ഈ പറയുന്നേ? എനിക്കോ ശാലിനിക്കോ ഇതിലൊരു പങ്കുമില്ല. വിഷ്ണു മരിച്ചത്... മിണ്ടരുത് നീ. ഒരിക്കൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും. ഇല്ലെങ്കിൽ ഞാൻ പുറത്തു കൊണ്ടുവരും. അന്നേ കൂട്ടുപ്രതിയുടെ വേഷത്തിൽ നീ ഉണ്ടാവരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. കാരണം ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്റെ മകനെ പോലെ തന്നെയായിരുന്നു. പ്രകടിപ്പിച്ചില്ലെങ്കിലും രാഘവേട്ടൻ സ്നേഹിച്ചതിന് തുല്യമായി. എന്നിട്ടും ചതിച്ചില്ലേട ശിവ നീ ഞങ്ങളെ? പാല് തന്ന കൈക്ക് തന്നെ നീ തിരിഞ്ഞു കൊത്തി അല്ലേ? സത്യാമ്മ പറഞ്ഞു കൂട്ടുന്ന എല്ലാം മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാ. എന്റെ ചിന്തകളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. നീ ചെയ്തൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ നീ കൂട്ടുനിന്നു. നിന്റെ മൗന അനുവാദം അവൾക്ക് സഹായമായിട്ട് പ്രവർത്തിച്ചു. അവൾക്കൊരിക്കലും തനിയെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനാവില്ല. എടാ, പാവായിരുന്നില്ലടാ എന്റെ മോൻ. എന്റെ വിഷ്ണുവിന്റെ മുഖം അവസാനമായിട്ടൊന്ന് കാണിക്കാതെ എവിടേക്ക് കൊണ്ടുപോയില്ലേ നിങ്ങള്? അനാഥ പ്രേതം പോലെ തീർത്ത് കളഞ്ഞില്ലേടാ നിങ്ങളവനെ.